നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ടുഡേയ്സ് ന്യൂസ് റൗണ്ടപ്പ്. സ്വകാര്യ ക്ലിനിക്കിലെ സുന്നത്ത് കർമ്മം, 2 മാസം പ്രായമുള്ള കുഞ്ഞിന് ദാരുണ മരണം. കോഴിക്കോട് കാക്കൂര് സ്വകാര്യ ക്ലിനിക്കിൽ സുന്നത്ത് കർമ്മത്തിനായി പ്രവേശിപ്പിച്ച 2 മാസം പ്രായമുള്ള കുഞ്ഞിന് അനസ്തേഷ്യ നൽകിയതിനെ തുടർന്ന് മരിച്ചു. പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം ലോക്കൽ അനസ്തേഷ്യ നൽകിയ ഉടൻ ശ്വാസതടസ്സമുണ്ടായി എന്നാണ്. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു. ചേളന്നൂർ സ്വദേശികളുടെ മകനാണ് മരിച്ചത്. സമാന രീതിയിൽ ഇടുക്കിയിലും ഒരു കുഞ്ഞ് മുൻപ് മരിച്ചിരുന്നു. കാലാവസ്ഥ അപ്ഡേറ്റ്. ചൂട് കൂടി, മഴ മാറുന്നു. സംസ്ഥാനത്ത് ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടെ അടുത്ത ദിവസങ്ങളിൽ മഞ്ഞ് ശക്തിയുമായി വീഴാനിടയുണ്ടെന്ന് മുന്നറിയിപ്പ്. കേരളത്തിൽ യെല്ലോ അലർട്ട്. തീരപ്രദേശത്തിന് ഉയർന്ന തിരമാലകൾ ഉണ്ടാകുമെന്നും മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതയും നിർദ്ദേശിച്ചു. കാഞ്ഞങ്ങാട് കാണിയൂർ റെയിൽപാത പദ്ധതിക്ക് തുടക്കം. ബംഗളൂരുവിലേക്ക് യാത്രക്കാർക്ക് 6 മണിക്കൂർ അടിസ്ഥാനത്തിൽ സമയനഷ്ടം കുറയ്ക്കുന്നതിന് കാഞ്ഞങ്ങാട് കാണിയൂർ റെയിൽപാത പദ്ധതിയെക്കുറിച്ചുള്ള പ്രാരംഭ ചർച്ചകൾ ആരംഭിച്ചു. കേരള കർണാടക സർക്കാരുകൾ ഇടപെടൽ നടത്തുമെന്ന് പ്രതീക്ഷ. ഉപരാഷ്ട്രപതി ധൻകർ കളമശ്ശേരിയിൽ, ഗതാഗത നിയന്ത്രണം. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഇന്ന് കളമശ്ശേരിയിൽ സന്ദർശിച്ചതിനാൽ രാവിലെ 8 മുതൽ ഉച്ചവരെ വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. സ്വകാര്യ ബസ് സമരം. ചൊവ്വാഴ്ച സംസ്ഥാന വ്യാപകമായി സ്വകാര്യ ബസ് സമരം നടത്തും. ജൂലൈ 8 മുതൽ പ്രൈവറ്റ് ബസ് സമരം പ്രഖ്യാപിച്ചു. ആവശ്യങ്ങളും ഗതാഗത പരിഹാരത്തിനുമായി സർക്കാരുമായി നടന്ന ചർച്ച പരാജയപ്പെട്ടു. തുടർന്നാണ് അനിശ്ചിതകാലത്തേക്ക് ബസ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിപ്പ 383 പേരാണ് പരിശോധന നടത്തിയത്. പാലക്കാട് സ്വദേശിനി ഗുരുതരാവസ്ഥയിൽ, 3 പേർ ഐസൊലേഷനിൽ. 383 പേർ സമ്പർക്ക പട്ടികയിൽ. നിയന്ത്രണങ്ങളും കണ്ടെയ്ൻമെന്റ് സോണുകളും സജ്ജമാക്കി. ബീഹാർ തെരഞ്ഞെടുപ്പ് പട്ടിക പരിഷ്കരണത്തോട് ഹൈക്കോടതിയുടെ ആവശ്യം. ബീഹാറിലെ സ്പെഷ്യൽ ഇന്റൻഷൻ റിവിഷൻ പദ്ധതിയിൽ ഹർജി സുപ്രീം കോടതി പരിഗണിക്കും. വോട്ടർമാരുടെ വിൽപ്പനാടിസ്ഥാനത്തിൽ പകൽപ്പാങ്ങിൽ ഉൾപ്പെടുത്തി ചോദ്യം നിലനിൽക്കുന്നു. പുതിയ ഹർജി ഹാജരാക്കിയത് ജൂലൈ 10 സമിതി തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്മാർട്ട് ആൻഡ് പവർ IPO ആരംഭിച്ചു. NSE ഇമർജ് പ്ലാറ്റ്ഫോമിൽ 50 കോടി രൂപയുടെ IPO എഴുതും. ജൂലൈ 7 മുതൽ 9 കാലയളവിൽ ഓൾട്ടർ ചെയ്തു. ശുഭ്മാൻ ഗില്ലിന് ടെസ്റ്റ് റെക്കോർഡ്. സ്ട്രൈക്ക് സ്കോറായ അനുഭവപ്രദമായ ശുഭ്മാൻ ഗിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ 2 തവണ 150ഉം 200ഉം സ്കോർ നേടിയ ആദ്യ ഇന്ത്യൻ താരമായി. കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.